1920കളിൽ ഇറങ്ങിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ചിലപ്പോൾ 80സിലെയും 90സിലെയും കിഡ്സിനൊക്കെ വളരെ പരിചയമുള്ള ഒരു കാർട്ടൂൺ ആയിരിക്കും ഇത്. പോപ്പോയ് ദ സെയിലർ മാൻ എന്നായിരുന്നു ആ കാർട്ടൂണിൻ്റെ പേര്. ഈ കാർട്ടൂണിൽ സാധാരണക്കാരനായ ഒരു കപ്പൽ തൊഴിലാളിയായിരുന്നു നമ്മുടെ പോപ്പോയ്. മെലിഞ്ഞ ശരീരം, അധികം ശക്തിയും മസിലും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ടിന്ന് നിറയെ ചീര ഉണ്ടായിരിക്കും. എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അയാൾ പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്നും ആ ടിന്നിലെ ചീര എടുത്തിട്ട് അത് മുഴുവനായിട്ട് കഴിക്കും. അപ്പോൾ അയാൾക്ക് അമാനുഷികമായിട്ട് ഒരു ശക്തി വരും. അയാളുടെ മസിൽസൊക്കെ തടിച്ച് വലുതായി വരും. അയാളുടെ ഓവറോൾ ശക്തി കൂടും. അങ്ങനെ അയാൾ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടും. ചിലപ്പോൾ അയാളുടെ ഗേൾഫ്രണ്ടിനെ ആയിരിക്കും ദുഷ്ടന്മാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഈ ചീര കഴിക്കുമ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി അയാൾ ഭയങ്കര സ്ട്രോങ് ആവും. എന്തുകൊണ്ടായിരിക്കും ഈ കാർട്ടൂണിൻ്റെ ഡയറക്ടർ ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറോ ചീസോ ഒന്നും യൂസ് ചെയ്യാതെ ചീര ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? ഇതൊരു കാർട്ടൂൺ ആണെങ്കിൽ കൂടി ഇതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കാരണം ചീര ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്ന വിറ്റാമിൻ എ, രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ സി, പിന്നെ കോശങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഫോളേറ്റ്, ക്ഷീണം കുറക്കുന്ന അയൺ, നമ്മുടെ ഹൃദയവും മസിൽസും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കാൻ ആവശ്യമായ പൊട്ടാസ്യവും മഗ്നീഷ്യവും, പിന്നെ നമ്മുടെ ഗട്ട് അതായത് കുടൽ ഹാപ്പി ആയിട്ട് വെക്കാൻ ആവശ്യമായ ഫൈബേഴ്സ്, ഇതൊക്കെ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചീര എത്ര ന്യൂട്രീഷ്യസ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന പല മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സിനെയും ചീര കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ വൈറ്റമിൻസും ഘടകങ്ങളും അല്ലാതെ ചീരയിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു വിറ്റാമിൻ ഉണ്ട്. അതാണ് വിറ്റാമിൻ കെ. ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് വിറ്റാമിൻ കെ എന്നും വിറ്റാമിൻ കെ കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിറ്റാമിൻ കെ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയൊക്കെ ലഭിക്കുന്നു എന്നും നോക്കാം. മറ്റു വീഡിയോകളെ പോലെയല്ല ഈ വീഡിയോ, കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസും ഉണ്ട്, അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസും ഉണ്ട്. വിറ്റാമിൻ കെ കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ്. വിറ്റാമിൻ കെക്ക് 2 ഫ്ലേവേഴ്സ് ഉണ്ട്, വിറ്റാമിൻ K1ഉം വിറ്റാമിൻ K2ഉം. വിറ്റാമിൻ K1 നമുക്ക് കിട്ടുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ നിന്നാണ്, അതായത് സസ്യ ആഹാരങ്ങളിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ K1 കിട്ടുന്നത്. എന്നാൽ നമുക്ക് വിറ്റാമിൻ K2 കിട്ടുന്നത് നമ്മുടെ കുടലിൽ മൈക്രോബ്സ് ഉണ്ടല്ലേ, ഈ മൈക്രോബ്സിൽ ഗുഡ് ബാക്ടീരിയാസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയാസിൽ ചില ബാക്ടീരിയാസ് നമ്മുടെ കുടലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വിറ്റാമിൻ കെ ഫ്ലേവറാണ് വിറ്റാമിൻ K2. നമ്മൾ കഴിക്കുന്ന സസ്യാഹാരത്തിൽ നിന്നും നമുക്ക് വിറ്റാമിൻ കെ കിട്ടുന്നുണ്ട്, അതേപോലെ നമ്മുടെ കുടലിലുള്ള മൈക്രോബ്സിന് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ കെ ഡെഫിഷ്യൻസി വളരെ റെയറാണ്. എന്നിരുന്നാലും നിങ്ങൾ ഒരു വിറ്റാമിൻ കെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. വായിൽ നിങ്ങളുടെ മോണകളിലൂടെ രക്തം ഒഴുകുക, അതേപോലെ മൂക്കിലൂടെ രക്തം വരിക, നിങ്ങളുടെ യൂറിനിലോ അല്ലെങ്കിൽ വിസർജ്യത്തിലോ രക്തം ഉണ്ടാവുക, ചെറിയ ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാതിരിക്കുക, വളരെ മാരകമായിട്ടുള്ള കേസുകളിൽ മാത്രം ഇൻറ്റേർണൽ ഓർഗൻസ് നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുക. ഇതൊക്കെ വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ചീരയിൽ ഏറ്റവും കൂടുതലുള്ള ന്യൂട്രിയൻറ്റ് വിറ്റാമിൻ കെ ആണെന്ന്. ഇപ്പം നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ കലോറി ഇൻടേക്കൊക്കെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിതാ ഒരു നല്ല ന്യൂസ് ഉണ്ട്. ചീരയിൽ ഇപ്പം നിങ്ങൾ 1 കപ്പ് ചീര എടുക്കുകയാണെന്ന് വിചാരിക്കും, ആ 1 കപ്പ് ചീരയിൽ വെറും 7 കലോറീസ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ചീര കഴിക്കാം. ചീര ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 3-4 നേരം ചീര കഴിക്കാം. അത്രയൊന്നും കലോറി അതിൽ നിന്നും കിട്ടില്ല. അതിൽ ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തടി കൂടും, കലോറി കൂടുതലാണ് എന്നുള്ള പേടിയൊന്നുമില്ലാതെ ചീര കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡയറ്റിൽ ചീര നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ആഡ് ചെയ്യാൻ തയ്യാറല്ലേ? ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിറ്റാമിൻ കെ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതേപോലെ ചീര കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.